അനീഷ ഒരാള് ബാക്കിൽ നിന്ന് മസാജ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ തന്നെ ഇരുന്നത്. എല്ലാരും വിളിച്ചു. ഇത്രയും നേരം ഇരിക്കായിരുന്നു, ഒരു 8 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിലിരുന്നു. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് ഒരു മസാജിന് ആഗ്രഹിച്ചു. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള്, ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ. അനീഷ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഒരു മസാജ്? ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. അനുമോൾ, ഞങ്ങൾ കാണുന്ന അവിടെ ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? സോഫയുടെ പുറകെ പോയി കിടക്കുമ്പോ ബ്ലാങ്കറ്റ് കൊണ്ട് അനുമോളെ കാല് തണുക്കെന്ന് പറഞ്ഞു. പക്ഷേ തലയണ കൊണ്ട് തരുന്നു. എന്താണ് അണ്ണന്റെ മനസ്സിൽ കുട്ടി മാത്രമേ ഉള്ളൂ. എന്താണ് അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു അനുമോളത്തിൽ ഒരു ക്രഷ് ഉണ്ടെന്നാണോ? അയ്യോ, ഒരുപാട് വെറുത്തപ്പോഴും എന്തോ ഒരു കൗതുകം. അതിനിപ്പോ എന്താ വിളിക്കുക, എങ്ങനെ പറയാ, ഒന്നും എനിക്കറിയില്ല. അയ്യോ ഇല്ല, അങ്ങനെയല്ല. പുള്ളിക്കാരുടെ തലയിൽ അവിടെ ഇവിടെ അങ്ങനെയില്ലെന്ന് അയാൾ പറയട്ടെ. ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സാരളെ കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ എന്ത് നരയുണ്ട്. അപ്പൊ നര എടുത്തു കൊടുത്തത് മസാജ് ചെയ്തല്ല, നര എടുത്തു കൊടുത്തതാ. നര മാറ്റി, ഫുൾ നരയും മാറ്റി, തലയിലുണ്ടായിരുന്ന എല്ലാ നരയും ഞാൻ മാറ്റി കൊടുത്തു. അപ്പൊ നമ്മുടെ അതൊരു ക്രഷിന്റെ ഭാഗമാണ്. ഇതിനെ പ്രണയചേഷ്ടകൾ എന്ന് പറയും. പ്രണയം മൂക്കുമ്പോൾ കവിതാക്കൾ പരിസരം മറക്കും. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സ്വാമി. അല്ലല്ല അതിന്റെ ഇടയില് അനുമോള് പറയണ്ടായിരുന്നു, അനീഷേട്ടാ വെള്ളം കൂടി തീർന്നു, ഇനി പറിക്കാനില്ല. നോക്കി നോക്ക അനുമോള് ഇനിയുണ്ടോ? അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ. ഉള്ളിൽ ഓരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ.